വെള്ളറടയില് ആഭിചാരക്രിയയിൽ വിശ്വസിച്ച മകൻ റജീൻ അപ്പന്റെ കഴുത്തറുത്തത് നമ്മൾ കണ്ടു. ആ മകൻ വിദ്യാഭ്യാസമുള്ള മകനാണെങ്കിലും ആഭിചാരക്രിയയിലും മന്ത്രവാദത്തിലും വിശ്വസിച്ചു പോയി. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ഒരു അവസ്ഥയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു ആ പയ്യൻ ചെയ്ത പ്രവൃത്തി. അവിടെ ആ പയ്യന്റെ മുറി 7 വർഷമായിട്ട് ആഭിചാരക്രിയയ്ക്ക് വേണ്ടി ക്രിയ നടത്തിക്കൊണ്ടിരുന്ന മുറിയായിരുന്നു. അവിടെ മാതാപിതാക്കൾക്ക് പ്രവേശനവുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു. ആ ആഭിചാരക്രിയ നടന്ന മുറിയിലെ ആ പിതാവിൻ്റെ ശവടക്കത്തിന് ശേഷം അവിടെ കറുത്ത വസ്ത്രം അണിഞ്ഞ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി വന്നു ആ മുറി സന്ദർശിച്ചിട്ട് പോയി. ആരാണ് എന്താണ് എന്ന് ആ പയ്യന്റെ അമ്മയ്ക്ക് മനസ്സിലായില്ല. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടുകാര് ആ പിതാവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് കറുത്ത വസ്ത്രധാരിണിയായ ഒരു പെൺകുട്ടിയെ വീണ്ടും കണ്ടു. പ്രേതമായിരുന്നു അല്ലെങ്കിൽ യക്ഷിയായിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാരെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തില് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ചില പ്രവണതകള് കേരളത്തിലെ കുറെ വർഷങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്ന്. നമ്മള് പുരോഗമന ആശയങ്ങളും മതേതര ജീവിത ശൈലികളും വമ്പിച്ച സ്വാധീനം ചെലുത്തിയ ഒരു സമൂഹമായിരുന്നു കേരളത്തിൽ. ഇവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന എല്ലാ ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും ആഭിചാരക്രിയകളിൽ നിന്നൊക്കെ നമ്മൾ മോചിതരായി വിദ്യാഭ്യാസമുള്ള 2-3 തലമുറകൾ വന്നു. അതിനുശേഷം നമ്മൾ സാംസ്കാരിക നിലവാരം ഉയർന്ന, ശാസ്ത്രബോധം ഉയർന്ന ഒരു സമൂഹമായിട്ടായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിലെ ജനങ്ങളും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് പുറത്തേക്ക് വന്ന ചില ഭീതിജനകമായ വാർത്തകൾ കേൾക്കുമ്പോൾ അങ്കലാപ്പിലാണ്. അതുകൊണ്ടാണ് സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീതിജനകമായ ചില വസ്തുതകളിലേക്ക്, ചില കാര്യങ്ങളിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നന്തങ്കോട് കേടലിലെ ആ പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും ആൻറ്റിയെയും കൊന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല വിദ്യാഭ്യാസമുള്ള വീട്ടൊക്കെ വരെ പഠിച്ച ആ ചെറുപ്പക്കാരൻ, ഇവരെ കൊന്നിട്ട് അവരെ വീട് തീ കത്തിച്ചു. അസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി അത് സ്വർഗത്തിലെത്തിക്കുന്ന പ്രക്രിയയാണ് എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. വളരെ വിദ്യാഭ്യാസമുള്ള പയ്യനാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കോണം, അടുത്തത് ആഭിചാരക്രിയ നമ്മൾ കണ്ടത് ഈ പത്തനംതിട്ട എലന്തൂരാണ്. മന്ത്രവാദവും ആഭിചാരക്രിയയൊക്കെ നമ്മളവിടെ കണ്ടു. 2 സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നു നരബലി നടത്തി. കേരളത്തിലാണ്, ഈ അടുത്ത കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് തൊടുപുഴ വണ്ണപ്പുറത്ത് കൃഷ്ണൻകുട്ടി എന്ന മന്ത്രവാദി, അയാളെ ശിഷ്യൻ, മന്ത്രവാദിയെയും ഭാര്യയെയും 2 മക്കളെയും, കോളേജിൽ വിദ്യാഭ്യാസമുള്ള 2 മക്കളെയും കൊന്ന് അവിടെ ഒരു തടം, ആ പശുക്കൂടിനടുത്തുള്ള ചാണകത്തിന്റെ തടത്തിനകത്തിട്ട് മണ്ണിട്ട് മൂടി. ആഭിചാരക്രിയ ചെയ്തു അവിടെ ഒരു നരബലി നടത്തിയാൽ ഇതുപോലെയുള്ള ഗുണങ്ങൾ ഞങ്ങളുടെ ആത്മാവിന് സ്വർഗം കിട്ടും എന്നാണ് കൃഷ്ണൻകുട്ടി എന്ന മന്ത്രവാദിയുടെ ശിഷ്യൻ കരുതിയത്. അയാളും ഒരു മന്ത്രവാദിയായിരുന്നു. കട്ടപ്പനയിൽ നമ്മൾ കണ്ടു ആഭിചാരക്രിയ. സ്വന്തം പിതാവിനെയും മകനും മകന്റെ കൂട്ടുകാരനുള്ള ആ ജ്യോതിഷിയും കൂടെ ചേർന്ന് കുഴിച്ചിട്ടു, കൊന്ന് വീടിനകത്ത് കുഴിച്ചിട്ടു. അറക്കാനായിട്ട് അമ്മയും അതുപോലെ തന്നെ ഒരു പെങ്ങളെയും അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടു.
കേരളം മുഴുവൻ ഓരോ ജില്ലകളിലും ഈ രീതിയിലുള്ള പ്രവർത്തികൾ കാണുമ്പോൾ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നാമൊക്കെ ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സംഭവം വളരെ കാര്യമായി കേരളത്തിലെ ബുദ്ധിജീവികൾ കൈകാര്യം ചെയ്യണം, ചിന്തിക്കണം. അതുകൊണ്ട് പിന്നീടുണ്ടായ പല സംഭവം അടുത്ത കാലത്ത് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ചെന്താമരയെ കണ്ടു, അയാൾക്ക് രക്തം കാണണം, അയാൾ 3 പേരെ കൊന്നു, ഇനിയും കൊല്ലും എന്ന് പറഞ്ഞ ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അയാൾ മന്ത്രവാദത്തിലും ആഭിചാരക്രിയയിലും ജ്യോതിഷത്തിലും ഒക്കെ അന്ധമായി വിശ്വസിക്കുന്ന ആളാണ്. അയാളുടെ കാര്യവും നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ഇവിടെ ഈ അടുത്ത കാലത്ത് ദേവബന്ധു എന്ന കൊച്ചിനെ കിണറ്റിലെറിഞ്ഞത്, ദേവബന്ധുവിൻ്റെ അമ്മ ശ്രീതുവും അതുപോലെ തന്നെ അമ്മാവൻ ഹരികുമാറും അവർ അന്ധവിശ്വാസിയും മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയാണ് ആ കൊച്ചിനെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതുപോലെ എത്ര എത്ര കേസുകളാണ് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ധാരാളം കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പം നമുക്കൊരു പുരോഗമനോ ശാസ്ത്രബോധമോ ഒന്നുമില്ല, അതെല്ലാം പോയി ഒരു തലമുറ. പിന്നെ നമ്മൾ കാണുന്നത് ഈ അന്ധവിശ്വാസത്തിൽ വളർന്ന് ജീവിക്കുന്ന ഒരു തലമുറ. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറുടെ ഭാര്യയും അതുപോലെ അവരുടെ സുഹൃത്ത് ആരി എന്ന സ്ത്രീയും അരുണാചൽ പ്രദേശത്തില് അവർ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്തു. സ്വർഗം പോകാം, അല്ലെങ്കിൽ ആത്മീയതയുടെ പാരമ്യത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് അതിനൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലം ഇന്ത്യയിലുണ്ട് എന്ന് വിശ്വസിച്ച് അവിടെ പോയി ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. എത്ര എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ധവിശ്വാസികളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൈവരിച്ച നേട്ടങ്ങളെല്ലാം കടന്നുപോയി കഴിഞ്ഞു. അത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇവിടെ ശാസ്ത്രീയമായ ബോധം കൊടുക്കാൻ ഇവിടെ സാഹിത്യകാരന്മാരോ അതുപോലെ സാമൂഹിക പരിഷ്കർത്താക്കളോ വീമ്പടിച്ച് നടക്കുന്നതല്ലാതെ അവരതിന് തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം രാഷ്ട്രീയത്തിൽ മാത്രവും പരസ്പരം ഏറ്റുമുട്ടി വയലൻസിലേക്ക് കൊണ്ടുവന്ന് ആൾക്കാരെയും കുട്ടികളെയും കോളേജിലും സ്കൂളുകളിലും പീഡിപ്പിച്ച് കൊന്നിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതും കൊല്ലുന്നതും നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ വാർത്ത ഇപ്പം വിശ്വസിക്കുന്ന ചില വാർത്തകൾ വരുന്നത്. കാരണം ഒരു യക്ഷി അല്ലെങ്കിൽ ഒരു പ്രേതം അല്ലെങ്കിൽ പ്രേതം കയറിയ ഒരു സ്ത്രീ അല്ലെങ്കിൽ അത് നടത്തുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഭിചാരക്രിയ നടത്തുന്ന ഒരു സ്ത്രീ ആയിരിക്കണം അവിടെ ആ ജോസ് എന്ന അല്ലെ പ്രജിൻ്റെ വീട്ടിൽ അവൻ്റെ മുറി സന്ദർശിച്ചതും അവൻ്റെ പിതാവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തെത്തിയതും, അതും കറുത്ത വേഷത്തിലെ. അപ്പോൾ ഇതിന് പ്രേരകമായ ചില ഘടകങ്ങളുണ്ട്. കേരളത്തിലെ പല സ്ഥലത്തും ഇതുപോലെയുള്ള മന്ത്രവാദികളുണ്ട്. അവരെയൊക്കെ അവരെ ശാസ്ത്രീയ നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പം വളരെ മോശമാണ്. നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മാറി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കേരളം കൈവിട്ടു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അന്ധവിശ്വാസത്തിലും ഒക്കെ തന്നെയാണ് നാം ഇപ്പോഴും മുന്നോട്ട് കേണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ടൊന്നും നമുക്ക് വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.